ഇന്ന് അറബി മാസം ദുൽഖഅദ് 6-ാം തീയതിയാണ്. വരാൻ പോകുന്ന ദിനങ്ങൾ നമ്മൾ ഏറെ അനുസ്മരിക്കുന്ന, എല്ലാ ദിവസങ്ങളിലും നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാന്റെ ചരിത്രം, ഏറെ അനുസ്മരിക്കപ്പെടുന്ന ദിനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വരാൻ പോകുന്ന ഈ ദിനങ്ങളിൽ നമ്മുടെ നാടുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനും ഉംറ നിർവഹിക്കാനും വേണ്ടിയൊക്കെ തന്നെ പുറപ്പെടുകയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ നാടുകളിൽ യാത്രയപ്പുകൾ നടത്താറുണ്ട്. ഒരുപാട് ഹജ്ജ് സംബന്ധമായ ചരിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിച്ചുകൊണ്ടുള്ള ക്ലാസുകളും ഒക്കെ തന്നെ നടക്കുകയും നമ്മളതൊക്കെ കേൾക്കുകയും ചെയ്യുന്നവരാണ്. എല്ലാ ദിവസവും നമസ്കാരത്തിന്റെ സന്ദർഭത്തിലും മറ്റു സന്ദർഭങ്ങളിലൊക്കെ ഇബ്രാഹിം പ്രവാചകൻ അനുസ്മരിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള ഈ പ്രവാചകന്റെ ചരിത്രത്തിലേക്ക്, അതിന്റെ ചെറിയൊരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. വരാൻ പോകുന്ന ആഴ്ചകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്ന കുറെ വിശേഷണങ്ങളുണ്ട്. ആ കൂട്ടത്തിലേറെ നമ്മൾ പറയാറുണ്ട് അദ്ദേഹം ഖലീലുള്ളയാണ് എന്ന്, അള്ളാഹുവിന്റെ ഒരു കൂട്ടുകാരനാണ് എന്ന്. ഈ പ്രവാചകൻ എവിടെയാണ്, എങ്ങനെയാണ് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തപ്പെട്ടത്? നമുക്കറിയാം, ചരിത്രത്തിന്റെ പല താളുകളിലും വിശുദ്ധ ഖുർആനിന്റെ പല അധ്യായങ്ങളിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറെ പരാമർശങ്ങൾ നമ്മളൊക്കെ വായിക്കാറുണ്ട്. അത് ഒരു ചരിത്രത്തിന്റെ ആഖ്യാനം പോലെ ഖുർആനിൽ നമുക്കത് കാണാൻ കഴിയില്ല. ചരിത്ര പുസ്തകങ്ങളിൽ അദ്ദേഹത്തിന്റെ കുടുംബപരമായ കാര്യങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആനിൽ 25 അധ്യായങ്ങളിൽ 69ഓളം സ്ഥലങ്ങളിൽ അദ്ദേഹം പരാമർശിക്കപ്പെടുന്നു. ആ പരാമർശിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ കുടുംബപരമായ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ മറ്റു വ്യവഹാരങ്ങളെ പറ്റിയൊന്നുമല്ല. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ട കുറെ കാര്യങ്ങൾ, അതാണ് പരാമർശിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹം ജനിച്ചത് ഇറാഖിലാണ് എന്ന് പരക്കെ നമ്മളൊക്കെ പറയാറുണ്ട്. ഇറാഖ് എന്ന് പറയുന്ന സ്ഥലത്ത്, പഴയ ബാബിലോണിയൻ സാമ്രാജ്യം നിലനിന്നിരുന്ന ഒരു സ്ഥലത്ത്, യൂഫ്രട്ടീസ് നദീതീരത്ത് ഊർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നു. ആസർ എന്ന് പറയുന്ന ഒരു നാമധേയം, അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വിളിപ്പേരായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിനെ അങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ മാതാവിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നില്ല. അത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അമീല എന്ന് പറയുന്ന ഒരു നാമധേയം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചിലപ്പോൾ അത് നുയൈല എന്ന രൂപത്തിലും കേൾക്കാറുണ്ട്. ഏതായാലും അതൊരു പ്രസക്തമായ കാര്യമല്ലാത്തത് കൊണ്ട് എന്താണ് അങ്ങനെ പറയാതിരുന്നത് ഖുർആൻ നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മക്കളെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ ഭാര്യയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പൗത്രന്മാരെ സംബന്ധിച്ച് ഒക്കെ തന്നെ ഖുർആനിൽ ധാരാളമായി ഖുർആൻ സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് സൂറ അൻ-നഹ്ലിലെ, വിശുദ്ധ ഖുർആനിന്റെ 16-ാം അധ്യായമായ അൻ-നഹ്ൽ സൂറയിലെ
ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, വആതൈനാഹു ഫിദ്ദുനിയ ഹസനത്തൻ വഇന്നഹു ഫിൽ ആഖിറത്തി ലമിനസ് സ്വാലിഹീൻ. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്തൊരു വലിയ അനുഗ്രഹമായി. നാം അദ്ദേഹത്തിന് ദുനിയാവിൽ ഹസനത്ത് നൽകി, പരലോകത്ത് അദ്ദേഹം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടതാണ് എന്ന് കട്ടായമായി അല്ലാഹു തആല പറയുകയാണ്. ലോകത്തിൽ ഒരുപാട് മനുഷ്യന്മാരെ പറ്റി ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. എന്നാൽ ആ ജീവിക്കുന്ന ആളുകളെ പറ്റി വളരെ കൃത്യമായി സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് അല്ലെങ്കിൽ സ്വർഗാവകാശിയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ വളരെ കുറവാണ്. എന്നാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത് അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്താണ് അല്ലാഹു തആല ഹസനത്ത് നൽകിയത്? ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് നൽകിയ ഹസനത്ത് എന്താണ്? അദ്ദേഹം പരലോകത്ത് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള കാരണം എന്താണ്? എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ലഭിച്ചത്? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്കറിയാം, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ ഹസനത്ത് നൽകി എന്ന് പറയുന്നു. നമ്മളൊക്കെ തന്നെ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. എന്താണ് അള്ളാഹുവിനോട് നമുക്ക് ഹസനത്ത് കിട്ടണമെന്ന് നമ്മൾ പറയുന്നത്? നമ്മൾ ഹസനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഭൗതികമായ പല കാര്യങ്ങളെ പറ്റിയും പറയും. നമുക്ക് ഏറ്റവും നല്ലൊരു വീടുണ്ടാകണം, ഒരു വാഹനം ഉണ്ടാകണം, ഒരു കുടുംബ സംവിധാനം ഉണ്ടാകണം, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകണം, നാട്ടിൽ 4 ആളുകളുടെ ഇടയിൽ നിലയും വിലയുമുള്ള ആളായി മാറണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. എന്നല്ല പദവി ഉണ്ടാകണം, ജോലി ഉണ്ടാകണം എന്നൊക്കെ. എന്നാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഹസനത്ത് എന്താണ്? നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും, അദ്ദേഹത്തിന് അല്ലാഹു തആല നൽകിയ ഹസനത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ആദർശത്തിന്റെ പിൻതലമുറക്കാരായി അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നടക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സാധിച്ചു എന്നുള്ളതാണ്. പിതാവിനെ മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെ നിലകൊണ്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ മക്കളും അദ്ദേഹത്തിന്റെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹാജറ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ഭാര്യയായ സാറ, 2 ആളുകളെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഈ ഹാജറയിലൂടെയാണ് യഥാർത്ഥത്തിൽ മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അതിലൂടെയാണ് ലോകത്ത് അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലൂടെയാണ് അവസാനമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ സാറ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പത്നി, ആ പത്നിയിലൂടെ ഉണ്ടായ ഒരു മകൻ, അതാണ് യഥാർത്ഥത്തിൽ ഇസ്ഹാക്ക്. ആ ഇസ്ഹാക്കിന്റെ മകനായി യാക്കൂബുണ്ട്. യാക്കൂബിന്റെ ഒരു വിളിപ്പേരായിട്ട് നമുക്ക് കാണാൻ കഴിയും, അദ്ദേഹം ഇസ്രായേൽ എന്ന നാമധേയത്താൽ അറിയപ്പെട്ട ഒരാളായിരുന്നു. ആ ഇസ്രായേൽ എന്ന് പറയുന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന യാക്കൂബിന്റെ മക്കളാണ് പശ്ചിമേഷ്യൻ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരായി നിയോഗിക്കപ്പെട്ടത്. നമുക്കറിയാം, ഒരുപാട് പ്രവാചകന്മാർ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലൂടെ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ നമുക്ക് പറയാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു കാര്യമുണ്ട്, കാനത്ത് ബനു ഇസ്രായേൽ തസൂസുഹുമുൽ അംബിയാ. ബനു ഇസ്രായേലുകൾ പ്രവാചകന്മാരാൽ നയിക്കപ്പെട്ട ആളായിരുന്നു. കുല്ലമാ ഹലക നബിയുൻ ഖലഫഹു നബിയുൻ. ഒരു പ്രവാചകൻ കഴിഞ്ഞുപോയാൽ മറ്റൊരു പ്രവാചകൻ വരും. അങ്ങനെ പ്രവാചകന്മാരാൽ നയിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു ബനു ഇസ്രായേൽ എന്നാണ്. ആ ബനു ഇസ്രായേലുകൾ യഥാർത്ഥത്തിൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളാണ്. ലോകം നിലനിൽക്കുന്ന കാലഘട്ടത്തോളം മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്നും അനുസ്മരിക്കപ്പെടുകയാണ്. ലോകത്തൊരുപാട് മഹാന്മാരായ ആളുകളുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു നിൽക്കുന്ന ആളുകളുണ്ട്, രാഷ്ട്രത്തിന്റെ നായകന്മാരായ ആളുകളുണ്ട്. അതേപോലെ തന്നെ വലിയ വലിയ കലയിലും സാഹിത്യത്തിലുമൊക്കെ തന്നെ പേരുകെട്ട ആളുകളുണ്ട്. പക്ഷേ ആ ആളുകളെക്കാളൊക്കെ തന്നെ
ലോകത്തെല്ലാ കാലങ്ങളിലും അനുസ്മരിക്കപ്പെടുന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയെ പറ്റി സൂറത്തുൻ നഹ്ലിൽ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ യോഗ്യതയെപ്പറ്റി, അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളെപ്പറ്റി ഖുർആൻ പറയുന്ന കാര്യം എത്ര മനോഹരമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രമാത്രം ആളുകളാൽ അനുസ്മരിക്കപ്പെട്ട ആളായി മാറിയത്? അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വ്യക്തിത്വമായിരുന്നു അത്. ആ വ്യക്തിത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സൂറത്തുൻ നഹ്ലിന്റെ ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ് ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ ശാകിറൻ ലിഅൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം വആതൈനാഹു ഫിദ് ദുനിയാ ഹസനതൻ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. മഹാനായ ഇബ്രാഹിം നബിയെ പറ്റി സൂറത്തുൻ നഹ്ലിൽ പറയുന്ന അങ്ങനെയാണ്. അല്ലാഹു തആല പറയാണ്, ഇന്ന ഇബ്രാഹിം, കട്ടായമായി പറയണം, തീർച്ചയായും ഇബ്രാഹിം എന്ന് പറയുന്ന ആ പ്രവാചകൻ, അദ്ദേഹം കാന ഉമ്മത്തൻ, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു എന്നുള്ളതാണ്. ഉമ്മത്ത് എന്ന പദത്തിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം. ഒരു സമുദായം എന്നാണ് അതിന്റെ അർത്ഥം. ഒരു വ്യക്തിയെ പറ്റി ഒരു സമുദായം എന്ന രൂപത്തിൽ വിശേഷിപ്പിക്കപ്പെടുകയാണ്. സമുദായത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും, പല ഉത്കൃഷ്ട ഗുണങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെ ലോകത്തിന് മാതൃകയായി എല്ലാ നല്ല കാര്യങ്ങൾക്കും ആ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന് അനുകരിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ് ആ പദപ്രയോഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്, അള്ളാഹുവിന് വിധേയനായി അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് വളരെ ഭക്തനായിട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്നാണ്. ഹനീഫൻ, അദ്ദേഹം ഋജുമാനസനായിരുന്നു. അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ആശയത്തിൽ നിന്ന് ഒരിക്കൽ പോലും അദ്ദേഹം വ്യതിചലിച്ചിട്ടില്ല. വളരെ ഉറച്ച ആ പ്രതിബദ്ധതയോടുകൂടി, ആദർശ പ്രതിബദ്ധതയോടുകൂടി ഋജുമാനസനായി വളവില്ലാതെ വക്രതയില്ലാതെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിലകൊള്ളുകയായിരുന്നു. ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നില്ല എന്ന്. എന്താണ് ആ കാര്യം? അദ്ദേഹം പ്രതിനിധീകരിച്ച, അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടം നമുക്കറിയാം. ബാബിലോണിയൻ സംസ്കാരം, യൂഫ്രട്ടീസ് നദീതീരത്തുണ്ടായിരുന്ന ഒരു സംസ്കാരം. ആ സംസ്കാരം ഏറ്റവും അധപ്പതിച്ചൊരു സംസ്കാരമായിരുന്നു. മനുഷ്യൻ സ്വന്തം കൈകളെ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ കല്ലുകളുടെ മുമ്പിൽ പൂജിക്കുകയും വഴിപാടുകൾ അർപ്പിക്കുകയും അവയോട് സങ്കടങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും ഹീനമായ അല്ലെങ്കിൽ വളരെ മോശമായ ഒരു സംസ്കാരം, ശിർക്കൻ സംസ്കാരം പരക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. ആ ശിർക്കിന് കൂട്ടുനിന്നിരുന്ന രാജാവ്, ആ ശിർക്കിന് കൂട്ടുനിന്നിരുന്ന പിതാവ്, ആ ശിർക്കിന് കൂട്ടുനിന്നിരുന്ന നാട്ടുകാർ, ആ നാട്ടുകാർക്കിടയിൽ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനാകുന്നതിന് ശേഷവും പ്രവാചകനാകുന്നതിന് മുമ്പും അദ്ദേഹം ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അവിടെ നടന്നിരുന്ന ഇതുപോലുള്ള വിഗ്രഹാരാധനകളുടെ ഒരു ലാഞ്ചന പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല, അതിനുശേഷവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചൊരു കാര്യമുണ്ട്. ആ കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന ശിർക ലദുൽമുൻ അളീം, ശിർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വളരെ ഭയങ്കരമായ ഒരു പാപമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെയുള്ള ഏറ്റവും വളരെ മോശമായ, ഭയങ്കരമായ, വളരെയധികം അള്ളാഹുവിന് വെറുപ്പുള്ള, അള്ളാഹുവിന്റെ കോപം ക്ഷണിച്ചു വരുത്തുന്ന ഒരു തിന്മ, ആ തിന്മയാണ് ശിർക്ക്. ആ ശിർക്കിൽ നിന്ന് അദ്ദേഹം അതിൽ നിന്ന് മുക്തനാവുകയും ആ ശിർക്കിൽ നിന്ന് ജനങ്ങളെ മുക്തമാക്കാൻ വേണ്ടി ആ ശിർക്ക്പരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ അതിൽ നിന്ന് തൗഹീദിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി കഠിന പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നടത്തി, നാട്ടുകാരുടെ ഇടയിൽ നടത്തി, സമൂഹത്തിൽ നടത്തി. എല്ലാ അർത്ഥത്തിലും ആ ഒരു കാര്യത്തിനു വേണ്ടി അദ്ദേഹം കഠിന പ്രവർത്തനം ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അത് അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് പടച്ചവൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇജ്തബാഹു, അദ്ദേഹം അല്ലാഹു തെരഞ്ഞെടുത്തു. അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. വത്തഹദല്ലാഹു ഇബ്രാഹീമ ഖലീല,
അല്ലാഹു തആല ഇബ്രാഹിമിനെ ഖലീലായി തെരഞ്ഞെടുത്തു. അദ്ദേഹം അബുൽ അംബിയ ആണ്, പ്രവാചകന്മാരുടെ പിതാവാണ്. അങ്ങനെയുള്ള ഏറ്റവും മഹത്വമുള്ള വ്യക്തിത്വം. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹദാഹു ഇലാ സിറാത്തി മുസ്തഖീം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് അദ്ദേഹത്തെ മാർഗദർശനം ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ലോകത്ത് ജീവിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന്. നമുക്കറിയാം, ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തുള്ള പ്രവാചകന്മാരൊക്കെ തന്നെ ആളുകളോട് പ്രബോധനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാനും എനിക്ക് മുമ്പുള്ള മുഴുവൻ പ്രവാചകന്മാരിൽ ലോകത്ത് പ്രബോധനം ചെയ്ത ഈ സന്ദേശങ്ങളുടെ കൂട്ടത്തിൽ, ആശയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആശയം അത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തു തൗഹീദാണ്. ആ തൗഹീദിന്റെ ആദർശം അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ശിർക്ക്പരമായ പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്ത മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതിലൂടെ ലോകത്തുള്ള മനുഷ്യന്മാരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആനയിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ഈ പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അല്ലാഹു തആല അദ്ദേഹത്തിന് പരലോകത്ത് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് അല്ലാഹു തആല നന്മ ചെയ്തു എന്നൊക്കെ പടച്ചോൻ പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ നിയോഗത്തിൽ അദ്ദേഹം ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ നമ്മുടെ പരിസരത്ത് ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതുണ്ട്. നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ മാതൃക ഉൾക്കൊള്ളണം. ലഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം വല്ലദീന മഅഹു, ഇബ്രാഹിമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളിലും നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു തആല പറയുകയാണ്. ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്ത് നരകത്തിന്റെ വക്കത്തേക്ക്, നരകത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ ആ നരകത്തിൽ നിന്ന് മുക്തമാക്കി സ്വർഗത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നടത്തേണ്ട ആളുകളാണ് നമ്മൾ. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു പ്രവർത്തനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ ഹിദായത്തിലാക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ഈ ദുനിയാവിലുള്ളതും ദുനിയാവും അതിലപ്പുറമുള്ള എല്ലാ കാര്യങ്ങളെക്കാളും നിനക്ക് ഖൈറതായിരിക്കുമെന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഉത്തമമായ ഉദാത്തമായ ആ ദൗത്യം നിർവഹിക്കാൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തെ അതിലേക്ക് ക്ഷണിക്കണം. നമ്മുടെ പിതാക്കൾ അങ്ങനത്തെ ആ കാര്യങ്ങളിലേക്ക് അതിലേക്ക് ക്ഷണിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ആളുകളെ ക്ഷണിക്കണം. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രവാചകന്മാരായ ആളുകൾ ഇവിടെ വന്നത്. ആ കാര്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുൽ നാറു ജഹന്നം അശദ്ദു ഹുറാ ലൗ കാനൂ യഫ്ഖഹൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറ തൗബയിലെ ഒരു ശ്രദ്ധേയമായ ആയത്താണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടിനെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ചൂടിനെ പറ്റിയാണ്, ഉഷ്ണത്തെ പറ്റിയാണ്. നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നമുക്കത് വായിക്കാൻ കഴിയുന്നുണ്ട്. പല ആളുകളും ഈ സൂര്യതാപം ഏറ്റുകൊണ്ട് പ്രയാസപ്പെടുകയും മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. കന്നുകാലികൾ മരിക്കുന്നു, ജീവജാലങ്ങൾ മരിക്കുന്നു. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ ഉഷ്ണത്തെപ്പറ്റി നമ്മൾ പറയുകയാണ്. സഹോദരങ്ങളെ, ഇപ്പോ നമ്മുടെ പുറത്തുള്ള ചൂടിനെ പറ്റി നമുക്കറിയാം. ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളിവിടെ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. നമുക്കിവിടെ AC ഉണ്ട്. നമ്മൾ ഒരു ചൂടിലൂടെ ഇങ്ങനെ പോണ സമയത്ത് ഒരു തണല് കണ്ടാൽ നമുക്ക് വിശ്രമിക്കാൻ കഴിയും.
നമ്മുടെ വീടുകളിൽ പോയാൽ നമുക്ക് AC ഉണ്ട്, നമ്മുടെ വാഹനത്തിൽ കയറിയാൽ നമുക്ക് AC ഉണ്ട്. AC ഇല്ലാത്ത സ്ഥലങ്ങളില്ല. ചൂടിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടിയുള്ള നമ്മൾ സംവിധാനിച്ച സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പരലോകത്തൊരു ചൂടിനെപ്പറ്റി അല്ലാഹു തആല പറയുന്നുണ്ട്, നരകത്തെപ്പറ്റി പറയുന്നുണ്ട്. സൂറത്തു തൗബയിലെ അല്ലാഹു തആല പറയുന്ന ആയത്തിൽ എന്താ അല്ലാഹ് പറയണത്? അല്ലാഹു തആല പറയാണ്, കുൽ പറഞ്ഞു കൊടുക്ക് നബിയേ, നാറു ജഹന്നമ അശദ്ദു ഹുറാ, നരകാഗ്നി എന്ന് പറയുന്നത് ഏറ്റവും കഠിനമായ ചൂടുള്ള സ്ഥലമാണ് എന്നാണ്. ആ ചൂടിലേക്ക് എറിയപ്പെട്ടാൽ, ആ ജഹന്നമിലേക്ക് എറിയപ്പെട്ടാൽ ഒരു രക്ഷയുമില്ല. കുറച്ചു കഴിഞ്ഞാൽ ഒരു AC ഉള്ള സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല, ഒരു തണലിലേക്ക് പോകാൻ കഴിയില്ല, മറ്റു തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. കഠിനമായ ചൂട്, വളരെ അള്ളാഹുവിന്റെ ഏറ്റവും കഠിനമായ ശിക്ഷകൾ മാത്രം നിലനിൽക്കുന്ന നരകം, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തെ പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൾപ്പിച്ച ആയത്ത് സൂറത്തു തഹരീമിലെ ഒരു ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അവിടെ കഠോരമായ പരുഷ സ്വഭാവികളായ അള്ളാഹുവിന്റെ മലക്കുകളുണ്ട്. ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹു തആല കൽപ്പിച്ചതിനൊരെതിരും പ്രവർത്തിക്കാത്ത, വയഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ കാവൽ നിൽക്കുന്ന ആ നരകം, ആ നരകത്തിൽ നിന്ന് നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും നിങ്ങൾ കാത്തു രക്ഷിക്കണം, നിങ്ങൾ അതിനു വേണ്ടി ജാഗ്രത പാലിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. ഇത് നമ്മൾ ഗൗരവത്തിലെടുക്കണം. മരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പം, നമുക്ക് അധിക കാലമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പല്ലേ? എന്ന് മരിക്കുപ്പൊന്ന് ദുനിയാവ് ഈ പള്ളിയിൽ നമുക്കണ്ട് ഇറങ്ങിപ്പോകും, നമുക്ക് എന്ത് ഉറപ്പുള്ളത്? അത് മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ആ ഒരു അവസ്ഥയെ പറ്റിയുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം സഹോദരന്മാരെ. അവിടെ നമുക്ക് ചൂടുണ്ട്. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കാലഘട്ടത്തിൽ ചൂട് സഹിക്കാൻ കഴിയൂല നബിയെ, ഞങ്ങൾ തബൂക്ക് പോരുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. തബൂക്കിന്റെ കാലത്ത് ചൂടേരി. അവരെ വിമർശിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, ഇസ്ലാമികമായ കാര്യങ്ങൾ, നമസ്കാരം, നോമ്പ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചൂട് കാലങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ട് ചൂടാണ്, ഞാനത് ചെയ്യുന്നില്ല, നിസ്കരിക്കാൻ ഞാൻ പോണില്ല, ഞാൻ അതുപോലെ നോമ്പ് നോൽക്കാൻ ഞാൻ തയ്യാറല്ല എന്നല്ല. ഇതിനേക്കാളൊക്കെ ചൂടുള്ള ഒരു ഇടം നമുക്ക് വരാൻ പോകുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി എത്ര തീക്ഷ്ണമായ വെല്ലുവിളികൾ നേരിടുകയാണെങ്കിലും, ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുകയാണെങ്കിലും, ആ പരീക്ഷണങ്ങളിൽ പതറാതെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വിനയാന്വിതരായി തഖ്വയോടുകൂടി ഭക്തിയോടുകൂടി ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.